ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ 4 വയസ്സായ സമയത്താണ് എന്നെ അംഗൻവാടിയിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. അംഗൻവാടി നമ്മുടെ തേക്കങ്ങാനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ അംഗൻവാടിയിലാണ് ചേർക്കുന്നത്. അപ്പോൾ അപ്പായും അമ്മയും കൂടിയാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. പക്ഷേ ഞാനും എൻ്റെ സിസ്റ്ററും എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 ട്വിൻസാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് അറിയണമെന്നില്ലല്ലോ, എന്നാലും ഞാൻ പറയുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി ചേർത്തു. ഭയങ്കര കാർച്ചയും ബഹളമാണ്. അപ്പോഴത്തെ ചെറിയൊരു ഓർമ്മയുള്ളൂ, എന്നാലും ഞാൻ പറയാം. ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ ആയിട്ട് പിന്നെ പോവുകയല്ല. പിന്നെ ഒത്തിരി ദൂരമുണ്ട് നമുക്ക് നടന്നു പോകാൻ വേണ്ടിയേ. അന്നത്തെ കാലത്ത് നടന്നു പോകുന്നതൊന്നും ഇത്ര കാര്യമില്ലാത്തതും കൊണ്ട് അന്ന് അവിടെ കൊണ്ടുപോയി ചേർത്തു. പക്ഷെ ഞങ്ങൾ പോവുകയില്ലാത്തതും കൊണ്ട് പിന്നെ അപ്പായി പിന്നെ ഒരു കാര്യവും ചെയ്തു. നമ്മുടെ അടുത്ത് കുറേ പിള്ളേരുണ്ട്. എൻ്റെ വീടിൻ്റെ പ്രായത്തിലുള്ള ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൂടെ പോകാൻ ഒരു സൗകര്യത്തിൽ പ്രൈവറ്റ് ആയിട്ട് ഒരു അംഗൻവാടി തുടങ്ങാമെന്ന് ഓർത്ത് വീട്ടുതൊട്ടുള്ള മേരിക്കുട്ടി എന്ന് പറയുന്ന ടീച്ചർ ഇടപാട് ചെയ്തിട്ട് നമ്മുടെ അടുത്തൊരു വീട്ടിൽ അങ്ങനെ പഠിപ്പിക്കാമെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു അംഗൻവാടി പ്രൈവറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടായിരുന്നു അംഗൻവാടിയിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ അംഗൻവാടിയിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സംഘടനാപരമായിട്ട് നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാം, അതുകൊണ്ട് നമുക്കൊരു ടീച്ചറിനെ വിളിച്ച് നാട്ടിലുള്ള പിള്ളേരെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് പ്രോഗ്രാമൊക്കെ പഠിക്കുകയും അത് നമുക്ക് ഉത്സവത്തിന് അതിനുവേണ്ടി ഒരു വേദി തരാമെന്നൊക്കെ പറഞ്ഞത്. അപ്പം അന്നത്തെ കാര്യമില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരാളായിട്ടായിരുന്നു കേട്ടോ ഞാൻ. അതിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അംഗൻവാടിയിലെ ടീച്ചറിനോട് പറഞ്ഞു, ഇപ്പോഴും ഓർക്കും, ഞാൻ ഇനി അംഗൻവാടിയിൽ വരുന്നില്ല കേട്ടോ, എനിക്ക് ഡാൻസ് പഠിക്കാൻ പോകണം, ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിടാൻ പോകും, ഞങ്ങൾ ഇനി അംഗൻവാടി വരുന്നില്ല കേട്ടോ എന്നൊക്കെ ടീച്ചറിനോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സാവിത്രി എന്ന് പറയുന്ന ഒരു ടീച്ചർ വന്നിട്ട് നമ്മുടെ അമ്പലത്തിൽ വെച്ച് ഡാൻസ് പഠിപ്പിച്ചു. അങ്ങനെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഡാൻസ് പഠിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അംഗൻവാടി കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ ഈട്ടുതോപ്പിലാണ് ചേർത്തത് കേട്ടോ. ഈട്ടുതോപ്പിൽ നമുക്കൊരു മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്, വിജയമാത LP സ്കൂൾ എന്ന് പറഞ്ഞാൽ. അവിടെ 4ാം ക്ലാസ് വരെ ഉണ്ട്, അവിടെയാണ് പഠിച്ചത് കേട്ടോ. അവിടെ കുറച്ച് ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് അപ്പായി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ അമ്മയും അച്ഛൻ ചേട്ടൻ്റെ മക്കളും അങ്ങനെ ഞങ്ങൾ ചേച്ചിമാരും എല്ലാവരും കൂടി ഞങ്ങൾ ചേർക്കാനൊക്കെ പോയത്. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1 തൊട്ട് 4ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചു, കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പകപ്പാറ ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ. അവിടെ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു നടക്കാനും. 1 വർഷം അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഈ നടപ്പും ദൂരമൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഇരട്ടയാർ സെൻറ്റ് തോമസിലേക്ക് വിട്ടു കേട്ടോ. അന്ന് സ്കൂൾ ബസ്സൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് വണ്ടിയൊക്കെ ഇടപാട് ചെയ്ത് അത്യാവശ്യം ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെൻറ്റ് തോമസിലാണ് പിന്നെ പഠിച്ചത്. 6ാം ക്ലാസ്സിൽ സെൻറ്റ് തോമസിൽ നന്നായിട്ട് പഠിച്ചു. അങ്ങനെ 7ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അത്രയും കാലം മലയാളം മീഡിയം, കേരള സിലബസ് മലയാളം മീഡിയമാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറിയത് വരെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മാറിയതാണ് കേട്ടോ. ആരും കൊണ്ടുപോയി ചേർത്തതോ ഒന്നുമല്ല. കാരണം ലാംഗ്വേജ് ഒക്കെ ശരിയാവണമല്ലോ. ഈ ടെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, ഇപ്പോഴും വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയമാണ് ബെറ്റർ എന്നുള്ളൊരു രീതിയിൽ അന്നത്തെ ഇതിൽ മാറി. അങ്ങനെ പെട്ടെന്ന് എല്ലാം മലയാളത്തിൽ പഠിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തത്തിലൊക്കെ നല്ല രീതിയിൽ പുറകോട്ടായി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പുറകോട്ടായി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അവിടെ കലോത്സവങ്ങളും കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കുന്നുണ്ട്. ഒത്തിരി പുറത്തുനിന്നുള്ള മാഷന്മാർ വന്നിട്ട് നമുക്ക് ഓരോ ഐറ്റങ്ങളൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരെ സ്കൂളിൽ വന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ താല്പര്യം ഉള്ളവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പഠിത്തമൊക്കെ അങ്ങ് പോട്ടെ, ഒരു സൈഡിൽ നിൽക്കട്ടെ എന്നോർത്ത് നമുക്ക് മെയിൻ ഡാൻസായി. കാരണം എനിക്ക് ഈ പഠിത്തത്തിനോടൊന്നും വലിയ പ്ലാനുള്ള ആളല്ല ഞാൻ, ഇപ്പോഴും അതെ, എനിക്ക് അതിനോട് വലിയ പ്ലാനില്ല. അത്യാവശ്യം എഴുതാനും വായിക്കാനും പറഞ്ഞാൽ മതി എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക്. എല്ലാവരും ഇതിന് വിമർശിക്കുമായിരിക്കും, ശരിയാ, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം രക്ഷപ്പെടും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കഴിവുള്ളവനെ എവിടെ വേണേലും രക്ഷപ്പെടാൻ പറ്റും, അതെൻ്റെ വിശ്വാസം കേട്ടോ, എൻ്റെ കോൺഫിഡൻറ്റ്. പിന്നെ പോട്ടെ, അങ്ങനെ ഞാൻ അങ്ങനെയുള്ള പഠിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ മെയിനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു സ്കൂളാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിദ്യാലയം ആകുമ്പോൾ അതിൽ കലയോട് താല്പര്യമുള്ള ടീച്ചേഴ്സ് കാണും, അതുപോലെ കലയോട് താല്പര്യമില്ലാത്ത ടീച്ചേഴ്സ് കാണും. പഠിത്തം അത് മാത്രം താല്പര്യമുള്ളവരും കാണും. അങ്ങനെയുള്ള കുറേ ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ കുറേ കുത്തുകളും അതുപോലെ തന്നെ പുച്ഛങ്ങളും അങ്ങനെയുള്ള കുറേ ട്രോമകളൊക്കെ ആ ഒരു സമയം നമ്മൾ കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളും എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സിസ്റ്ററും മെയിനായിട്ട് ഞാനെന്ന് തന്നെ പറയാം. കാരണം എനിക്കതിപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ തട്ടിയും മുട്ടിയും 10ാം ക്ലാസ് വരെ എങ്ങനെയൊക്കെയോ ജയിച്ചു പോയി. അങ്ങനെ അപ്പോഴാണ് ഞാൻ സിംഗിൾ ഐറ്റംസും ഒക്കെ പഠിക്കുന്നത്. കുച്ചിപ്പിടി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ശരിയാ സെൻറ്റ് തോമസിൽ പോയതുകൊണ്ടാണ് നമുക്ക് സാധിച്ചത്. നമ്മുടെ അന്നത്തെ സാഹചര്യവും പിന്നെ നമ്മുടെ അവസ്ഥകളും ഒക്കെ വെച്ച് നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ ഐറ്റം പഠിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അച്ഛനില്ലാത്തൊരു സിറ്റുവേഷനിൽ അമ്മ തന്നെ വളർത്തുന്ന മക്കളാകുമ്പോഴത്തേനും ഒത്തിരി നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. അങ്ങനെ കുറേയേറെ റെസ്ട്രിക്ഷൻസിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ ഐറ്റങ്ങളൊക്കെ പഠിക്കാൻ കാരണമായത് സെൻറ്റ് തോമസ് തന്നെ കേട്ടോ.
പക്ഷേ വേറെ പഠിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല ഞാനിപ്പോൾ ഉണ്ടായിരുന്നത്. പല കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നെന്തായിരിക്കും, ഇത് വഴക്ക് കിട്ടുമോ, അടി കിട്ടുമോ, അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയതായിട്ട് ഒരാൾ നമ്മളെ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു അന്നത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയങ്ങളാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നമ്മൾ പറയുന്ന അവസാനം നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ.